പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടി നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2025 മാർച്ച് മാസം 17-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. ദൈവം നമ്മുടെ സങ്കേതമാകുന്നു. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് 46-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെ വാക്യം. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. പ്രിയരെ, പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ ഞാനും നിങ്ങളും ചിന്തിക്കുന്ന ചിന്ത ദൈവം നമ്മുടെ സങ്കേതമാകുന്നു എന്നുള്ളതാണ്. എന്നെ കേൾക്കുന്നവരെ, സങ്കേതം എന്ന് പറയുന്ന വാക്യത്തിനകത്ത് വലിയ ആഴങ്ങളുണ്ട്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, സങ്കേതം എന്ന പദത്തിന്റെ അർത്ഥം നിങ്ങളൊന്ന് തിരിച്ചറിഞ്ഞാൽ നല്ലത്. അഭയസ്ഥാനമെന്നും മറവിടമെന്നും ഒളിവിടമെന്നും ഒക്കെയാണ്. ശത്രുവിൽ നിന്ന് നമ്മെ കാക്കുന്ന സ്ഥലം എന്നൊക്കെ നമുക്ക് ഇതിന് അർത്ഥം പറയാൻ പറ്റും. ദൈവം എൻ്റെ സങ്കേതമാകുന്നു എന്ന് പറഞ്ഞാൽ ഇനി എനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയത്തില്ല, എൻ്റെ ജീവിതത്തിനകത്ത് എല്ലാം എതിരായി എന്ന് പറയുന്ന ആരെങ്കിലും ഈ പ്രഭാതത്തിൽ കേൾക്കുന്നുണ്ടെങ്കിൽ, പ്രിയ ദൈവമക്കളെ, നിങ്ങൾ കരമുയർത്തി എൻ്റെ കൂടെ ചേർന്ന് പറയണം, ദൈവം എൻ്റെ സങ്കേതമാണ്, അവൻ എൻ്റെ കോട്ടയാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കണം കേട്ടോ. പക്ഷിയെ നോക്കിയേ, മൃഗങ്ങളെ നോക്കിയേ, അവയെ ദൈവം സൃഷ്ടിക്കുമ്പോൾ തന്നെ അവയുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി അതിൻ്റെ മേളിൽ, അതിൻ്റെ അവയവങ്ങളുടെ മേളിൽ ഒരായുധം പോലെ അതിൻ്റെ അവയവങ്ങളെ ദൈവമാക്കി തീർത്തേക്കെന്ന് കാണാൻ പറ്റും. ചിലതിൻ്റെ ചിറകിൻ്റെ മേളിൽ, ചില പക്ഷികളുടെ കാലിൻ്റെ കൂർത്ത നഖം കാണാൻ കഴിയും. ചിലതിൻ്റെ മൃഗങ്ങളെ ശ്രദ്ധിച്ച് നോക്കിയാൽ അതിൻ്റെ പല്ലുകൾ ആഴമേറിയ മൂർച്ചയുള്ളതായിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശത്രുവിനെ ആക്രമിക്കുവാനും ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ടും മൃഗങ്ങൾക്കും പക്ഷികൾക്കും അതിൻ്റെ ജനനത്തിൽ തന്നെ ദൈവം ചിലത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ കഴിയും. എന്നാൽ മനുഷ്യൻ്റെ ജനനം മുതൽ നിങ്ങൾ മനുഷ്യനെ നോക്കിയാൽ അതിൻ്റെ ശത്രുവിനെ നേരിടുവാനായിട്ട് ഒരായുധവും മനുഷ്യരിൽ ഉള്ളതായി കാണാൻ പറ്റത്തില്ല. കാരണം കൈകാലുകളെല്ലാം നോർമലാണ്. ഹല്ലേലൂയ. എന്നാൽ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ദൈവം മനുഷ്യനോട് പറഞ്ഞു, ഞാൻ നിന്റെ സങ്കേതമാകുന്നു. ഒന്നുകൂടെ ആഴം നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ 91-ാം സങ്കീർത്തനം നിങ്ങൾ വായിക്കാൻ തയ്യാറാകണം. 91-ാം സങ്കീർത്തനം അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴൽ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച്, അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയുന്നു. 3-ാമത്തെ വാക്യം, അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. 4-ാമത്തെ വാക്യം, തൻ്റെ തൂവല് കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും, അവൻ്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും, അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയും ആകുന്നു. ഈ 91-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ ഇതാ സങ്കീർത്തനക്കാരൻ ദൈവത്തോട് പറയുകയാണ്, നീ എൻ്റെ സങ്കേതവും കോട്ടയുമാണ്, ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവമാകുന്നു, നീ എൻ്റെ വേട്ടക്കാരൻ്റെ കെണിയിൽ നിന്നും
നാശകരമായ മഹാമാരിയിൽ നീ അവനെ വിടുവിക്കുന്നു. നിന്റെ തൂവൽ കൊണ്ട് നീ അവനെ മറയ്ക്കുന്നുണ്ട്. നിന്റെ വിശ്വസ്തത പരിചയം പലകയുമാകുകയാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന നിലയിൽ ദൈവപിത അവൻ്റെ സങ്കേതമായി തീരുകയാണ്. നിങ്ങൾ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് വിശ്വസിക്കാമെങ്കിൽ ഈ പ്രഭാതത്തിൽ എതിരുകളെ കണ്ട് ഭയപ്പെടാതെ, നിങ്ങൾക്ക് വിരോധമായി എഴുന്നേറ്റ് നിൽക്കുന്ന ചില പൈശാചിക ശക്തികളെ കണ്ട്, നിങ്ങളുടെ തലമുറയെ, നിങ്ങളുടെ കുടുംബത്തെ കണ്ട് ഭയപ്പെടുത്തുന്ന നിലയിൽ നിൽക്കുന്ന ആ എതിരുകളെ കണ്ട് ഈ പ്രഭാതത്തിൽ ഭാരപ്പെടാതെ, ദൈവം എൻ്റെ സങ്കേതമാണെന്ന് പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞാട്ടെ. കാക്കുന്നവൻ മയങ്ങാത്തവനാണ്. സദൃശവാക്യം 18-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം പറയാണ്, യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു. കർത്താവിന്റെ നാമം ബലമുള്ള ഗോപുരമാണ്. പ്രിയരെ, നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് കർത്താവിനോടൊന്ന് പറയണം, കർത്താവിൻ്റെ നാമത്തിൻ്റെ ശക്തി ഇപ്പോൾ എൻ്റെ മേളിൽ ഒരു വലിയ കോട്ടയായി വെളിപ്പെട്ട് വരികയാണ്. ശത്രുവിൽ നിന്നുള്ള പൂർണ്ണ വിടുതൽ ഈ പ്രഭാതത്തിൽ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട് വരാൻ പോകുക. കാരണം ദൈവം എൻ്റെ സങ്കേതമാകുകയാണ്. ദൈവം എൻ്റെ ശത്രുവിൽ നിന്ന് ഒളിപ്പിക്കുക മാത്രമല്ല കേട്ടോ. 46-ാം സങ്കീർത്തനം ശ്രദ്ധിക്കാമെങ്കിൽ ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നതാണ്. ദൈവ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് ഒളിപ്പിക്കുക മാത്രമല്ല കേട്ടോ, അതാ ആ എതിരിൽ നിന്ന് നിന്റെ ബലത്തോടെ പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. ഈ പ്രഭാതത്തിൽ വിശ്വസിക്കുന്ന ചിലവര് എൻ്റെ കൂടെ ഏറ്റെടുത്താട്ടെ. എൻ്റെ ദൈവം എന്നെ പുറത്തു കൊണ്ടുവരാൻ പോകുന്നു. എൻ്റെ ദൈവം വീണ് കിടക്കുന്ന ആ രോഗത്തിൻ്റെ അനുഭവത്തിൽ, ആ പ്രശ്നത്തിൻ്റെ നടുവിൽ എൻ്റെ ദൈവം എന്നെ എഴുന്നേൽപ്പിക്കാൻ പോവുക. കാരണം അവൻ എൻ്റെ ബലമാ, അവൻ എന്നെ എഴുന്നേൽപ്പിക്കുന്ന ദൈവമാ. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ യെശയ്യാവ് 40-ാം അധ്യായം അതിൻ്റെ 28-29 വാക്യങ്ങളാണ്. നിനക്കറിഞ്ഞുകൂടെയോ? നീ കേട്ടിട്ടില്ലയോ? യഹോവ നിത്യദൈവം, ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ. അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നതുമില്ല. അവൻ്റെ ബുദ്ധി അപ്രയമത്രേ. 29-ാമത്തെ വാക്യം, അവൻ ക്ഷീണിച്ചിരുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്ന ദൈവം. എൻ്റെ കൂടുന്ന ഈ പ്രഭാതത്തിൽ വാസ്തവമായിട്ട് ബലപ്പെടാൻ പറ്റുന്നവർ ഏത് വിഷയത്തിനകത്താണോ തളർന്നു പോയത്, ബന്ധങ്ങളുടെ വേർപാടിൽ അറിയാം, മനുഷ്യൻ അകന്നുപോയ, ഒറ്റയ്ക്കായി പോയെന്നൊക്കെ തോന്നുന്ന അനുഭവങ്ങളിൽ, ചില രോഗങ്ങളുടെ അനുഭവത്തിൽ നിങ്ങൾ കിടക്കയിലായിരിക്കാം. പക്ഷേ ഈ പ്രഭാതത്തിൽ ഒരാമിത ബലം നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ പോവുകയാണ്. ഏലിയാവിനെ ചൂരച്ചെടിയുടെ കീഴിൽ നിന്ന് തട്ടി എഴുന്നേൽപ്പിച്ച, ഏലിയാവിനെ ആഹാബിന്റെ രഥത്തിന് മുമ്പാകെ ഓടിപ്പിച്ച യഹോവയുടെ കൈ നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ പോവുകയാണ്. ബലപ്പെടാൻ പറയുന്ന രീതിയിൽ ഇതാ ദാനിയേലിനെ തൊട്ട് വിളിച്ചുകൊണ്ട്, ദാനിയേലെ പ്രിയപുരുഷ ബലപ്പെടുക എന്ന് പറഞ്ഞതുപോലെ യഹോവയുടെ ദൂതൻ നിന്നെ തട്ടി വിളിക്കാൻ പോവുകയാണ്. ആ കാരാഗൃഹത്തിൽ കിടക്കുന്ന പത്രോസിനെ തട്ടി വിളിച്ചതുപോലെ ഈ പ്രഭാതത്തിൽ ദൂതന്റെ സന്ദർശനം നിനക്കുണ്ടാകാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കണമേ. പ്രാരംഭവാക്യം ഒന്നുകൂടെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. 46-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെ വാക്യം, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. 1, അവൻ സങ്കേതമാണ്. 2, അവൻ ബലമാണ്. 3, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ശ്രദ്ധിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒന്ന് കര ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിന് നന്ദി പറയണം. കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോകുന്ന അനേകരെന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. പലവിധ കഷ്ടങ്ങൾ കാണാം. എന്നാൽ ഇനി മുമ്പോട്ട് പ്രതീക്ഷയൊന്നുമില്ലെന്ന് പറയുന്ന ആ കഷ്ട സമയത്ത് എല്ലാം തീർന്നു മുങ്ങിപ്പോകുന്ന പോലെ അനുഭവത്തിൽ നിൽക്കുമ്പോൾ സഹായിക്കാമെന്നും കൂടെ നിൽക്കാമെന്നും എന്നെല്ലാം എന്നാലും മാറത്തില്ലെന്നൊക്കെ പറഞ്ഞവർ പതുക്കെ അകലം പ്രാപിക്കുമ്പോൾ ഇതാ വചനം വിളിച്ചു പറയാണ്, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. കഷ്ടങ്ങളിൽ എങ്ങനെ അധികമായിരിക്കുന്നതെന്ന് അറിയാവോ? ഏറ്റവും അടുത്ത തുണ. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അവൻ ഏറ്റവും അടുത്ത് നിങ്ങളുടെ അടുക്കിലേക്ക് വെളിപ്പെടുകയാണ്. 34-ാം സങ്കീർത്തനം അതിൻ്റെ 18-ാമത്തെ വാക്യം പറയുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നിന്റെ ഏറ്റവും വലിയ തുണയായി, നിന്റെ ഏറ്റവും വലിയ അടുത്തായി എൻ്റെ കർത്താവ് നിൽക്കുകയാണ്. ഈ പ്രഭാതത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ അവൻ കരയുന്ന കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് തുടയ്ക്കുന്നവനാണ്. നയിലെ വിധവയുടെ കണ്ണുനീര് തുടച്ചതുപോലെ, ആ വഴിവക്കത്തിരിക്കുന്ന യാചകന്റെ കണ്ണുനീര് എന്നേക്കുമായി തുടച്ചതുപോലെ നിന്റെ കണ്ണുനീര് തുടയ്ക്കുന്നവന്റെ സാന്നിധ്യം ഈ മിനിറ്റിൽ നീ അറിയാൻ പോവുകയാണ്. ഒരുമിച്ചൊന്ന് പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാൻ പറ്റുമെങ്കിൽ ഈ പ്രഭാതം നിങ്ങളുടെ ജീവിതത്തിനകത്തൊരു ബലമായി തീരാൻ പോവുകയാണ്. എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് നിന്നെ എഴുന്നേൽപ്പിക്കുന്ന, നിനക്ക് ഒരു വലിയ മറവിടമായി തീർന്നിരിക്കുന്ന കർത്താവ് നിനക്ക് തുണയായിരിക്കാൻ പോകുന്ന ഒരു പ്രഭാതമായി തീരാൻ പോവുകയാണ്. ഇതൊരു അത്ഭുത ദിവസമായിരിക്കും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും.
സ്നേഹിക്കാൻ പോകുന്നു. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ കാണുന്ന എന്നെ കേൾക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് സഹായിക്കണമേ, അങ്ങ് തുണയായിരിക്കണമേ. ഇവരെ അവസ്ഥകൾക്ക് വ്യത്യാസം കൊണ്ടുവരണമേ. കർത്താവിൻ്റെ കരം ഇവർക്ക് വേണ്ടി വെളിപ്പെട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർമ്മിക്കുന്നു. അതേപോലെ തന്നെ എന്നെ കേൾക്കുന്നവരെ എല്ലാ ദിവസവും സൂമിൽ വൈകിട്ട് 6 മണിക്ക് നമുക്ക് സൂം ആരാധനയുണ്ട്. കടന്നു വരണമേ. വലിയ ദൈവപ്രവൃത്തികൾക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. കർത്താവ് നിങ്ങളെ അധികത്തിൽ മാനിക്കട്ടെ. കർത്താവ് നിങ്ങളെ അധികത്തിൽ ഉയർത്തട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.